അപ്പോൾ നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത്. ആദ്യത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VlogNow എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ പക്ക ഫ്രീ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നമുക്ക് ഇഷ്ടംപോലെ ഫ്രീ ആയിട്ടുള്ള എഡിറ്റേഴ്സ് കിട്ടും, ഇൻഷോട്ട് പോലുള്ള എഡിറ്റേഴ്സ് കിട്ടും. പക്ഷേ ഇത് പ്രൊഫഷണലായിട്ട് നല്ല സ്റ്റാൻഡേർഡായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കിട്ടു ആപ്ലിക്കേഷനാണ് VlogNow എന്ന് പറയുന്നത്. വളരെ അണ്ടർ റേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു എഡിറ്റേഴ്സാണ്. അധികം പേര് ഉപയോഗിക്കാനായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഈ ഇടയ്ക്കാണ് എനിക്ക് ഈ എഡിറ്റർ ഒരു ചാനലിൽ കൂടെ തന്നെയാണ് എനിക്ക് കിട്ടിയത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ വാട്ടർമാർക്ക് ഇല്ല. പിന്നെ നമുക്ക് ഹൈ ക്വാളിറ്റി വിത്ത് 60 FPS നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനും പറ്റും. ഇത് മാക്കിനൊക്കെ അവൈലബിൾ ആണ്. ഈ ആപ്ലിക്കേഷൻ ആദ്യം iOS വേണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കഴിഞ്ഞ 8 മാസത്തിന് 9 മാസത്തിന് ഇടയ്ക്കാണ് ഈ ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡിന് വേണ്ടി റിലീസ് ചെയ്ത് തുടങ്ങിയുള്ളൂ. അപ്പോൾ ആപ്ലിക്കേഷൻ വന്നതിന് ശേഷം നമുക്കിവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഒരു ന്യൂ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ന്യൂ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തെടുത്ത റോ ഫൂട്ടേജ് ഇതിൽ നമ്മൾ കണ്ടുപിടിക്കാം. ഓക്കെ, നമ്മൾ ക്ലിപ്പ് സെലക്ട് ചെയ്ത ശേഷം നമ്മുടെ ടൈം ലൈനിൽ സാധനം ലോഡായി കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഏറ്റവും ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ആദ്യത്തെ ആ ഇൻട്രോ ഫൂട്ടേജിൽ പാർട്ട് 1 ഇൻട്രോ ഫൂട്ടേജ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മേളം താഴെയായിട്ട് ഒരു സിനിമാറ്റിക് ബാർ അല്ലെങ്കിൽ അത് പർട്ടിക്കുലർ റേഷ്യോയിലേക്ക് ഞാനത് ക്രോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്രോപ്പിങ് റേഷ്യോ എന്ന് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മേളിൽ നമുക്ക് ഒറിജിനൽ എന്നുള്ള സ്ഥലത്ത് തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ 21:9 റേഷ്യോയിലേക്ക് നമുക്കിത് ക്രോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. 21:9 റേഷ്യോയിലേക്ക് നമ്മളിത് ക്രോപ്പ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ക സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ അവസാനം ഞാൻ പറയുന്നുണ്ട്, നമുക്ക് ഈ സാധനം റൊട്ടേറ്റ് ചെയ്യാം. ഇത് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ആപ്ലിക്കേഷൻ വഴി തന്നെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സാപ്പിൽ ഫുൾ സ്ക്രീനായിട്ട് സാമാന്യ ക്വാളിറ്റി തന്നെ നമുക്ക് സ്റ്റാറ്റസ് ആയിട്ട് ഇടാമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇത് 21:9 റേഷ്യോയിലേക്ക് നമ്മളിത് ചേഞ്ച് ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ എഡിറ്റിംഗ് തുടങ്ങുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ആവശ്യമുള്ള പോർഷൻസ് മാത്രം സെലക്ട് ചെയ്യാൻ പോകണം. സോ എനിക്ക് എവിടെ വരെയാണ് ക്ലിപ്പ് വേണ്ടത് അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാമറ അങ്ങടേക്ക് നീക്കുകയാണ്. അപ്പോൾ അവിടെ വെച്ച് ഞാൻ ഈ സ്പ്ലിറ്റ് അമർത്തുന്നു. അതിനുശേഷം ഇത് ഡിലീറ്റ് ചെയ്യേണ്ട ക്ലിപ്പിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇനി അവിടെ ക്ലിക്ക് ചെയ്യാണ്ട് നമുക്ക് കളയണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ താഴത്തേക്ക് സ്വൈപ്പ് ചെയ്താൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത് നമ്മൾ കളയേണ്ടതെന്ന് വെച്ചാൽ VlogNow എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കലി ഏറ്റവും അവസാനം ഒരു ഔട്ട്രോ കൊടുക്കും. ഈ ഔട്ട്രോയെ നമുക്ക് കളയേണ്ട ആവശ്യമുണ്ട്. നമ്മളതും കളയുന്നു. ഓക്കെ, ഇതാണ് നമ്മളെ ക്ലിപ്പ്. 21:9 റേഷ്യോയിൽ കിടക്കണ നമ്മളുടെ ക്ലിപ്പ് ഇതാണ്. ഇപ്പോൾ ഈ ക്ലിപ്പ് സ്ലോ മോഷനിലായിട്ടല്ല കിടക്കുന്നത്, നമുക്ക് സ്ലോ മോഷനിലേക്ക് മാറ്റണം. അപ്പോൾ സ്ലോ മോഷനിലേക്ക് മാറ്റുന്നതിന് തൊട്ട് മുമ്പായിട്ട് എനിക്കിത് മുന്നിലേക്ക് മൂവ് ചെയ്യണ ക്ലിപ്പിനേക്കാൾ ഒന്നുകൂടെ ഇഷ്ടപ്പെട്ടത് റിവേഴ്സായിട്ട് കിടക്കണതാണ്. കാരണം റിവേഴ്സായി വരുമ്പോൾ ഈ പുല്ലുകളെല്ലാം ഇങ്ങനെ ഒന്നുകൂടെ എഴുന്നേറ്റ് വരണമല്ലേ. നമ്മൾ അങ്ങോട്ടേക്ക് നിൽക്കുന്ന സമയത്ത് പുല്ലെല്ലാം താഴത്തേക്ക് മടങ്ങിയല്ലേ പോകണം. അപ്പോൾ തിരിച്ചു വരുമ്പോൾ അതൊന്ന് എഴുന്നേറ്റ് വന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ ആ ഒരു റിവീൽ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ക്ലിപ്പ് ഒന്ന് റിവേഴ്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ സൈഡിലേക്കൊന്ന് ഓപ്ഷൻസ് നീക്കിയ ശേഷം ഇവിടെ റിവേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. റിവേഴ്സ് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ ക്ലിപ്പ് റിവേഴ്സ് ആയിട്ട് ക്ലിപ്പ് റിവേഴ്സ് ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ VlogNow എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ ഇത് അവർ ഓഡിയോ മ്യൂട്ടാക്കും. ആൻഡ്രോയിഡ് ഡിവൈസിൽ ഞാൻ കണ്ടതിൽ ഒരു എഡിറ്റേഴ്സിലും കാണാത്തൊരു ഫീച്ചറാണ് സ്പീഡ് റാമ്പിംഗ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ. സ്പീഡ് റാമ്പിംഗ് എന്ന് പറഞ്ഞ ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പല വാട്സാപ്പ് സ്റ്റാറ്റസുകളും അല്ലാണ്ട് പല സ്ഥലങ്ങളും കണ്ടാൽ നമ്മൾ സ്പീഡിൽ വന്നിട്ട് പെട്ടെന്ന് സ്ലോ മോഷനാവും. അതും കട്ട് ചെയ്തിട്ടുള്ളൊരു സ്ലോ മോഷൻ ആയിരിക്കില്ല, എന്ന് വെച്ചാൽ വളരെ സ്മൂത്തായിട്ട് വന്നിട്ട് സ്ലോ മോഷനിലേക്ക് പോകും. അപ്പോൾ ആ ഒരു സ്പീഡ് റാമ്പിംഗ് എന്ന് പറഞ്ഞ ഫീച്ചർ നമുക്ക് പ്രീമിയർ പ്രോയിലൊക്കെ ചെയ്യാൻ പറ്റും, എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. അതേ സാധനം നമുക്കിവിടെ വളരെ സിമ്പിളായിട്ട് അതിലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണ് സ്പീഡ് റാമ്പിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അത് നമ്മുടെ ഈ VlogNow എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡ് ഡിവൈസിൽ വേറെ ഒരു ആപ്ലിക്കേഷനും ഈ ഫീച്ചർ കൊടുക്കണില്ല. ഓക്കെ, ഇത് നമ്മളെങ്ങനെ സ്പീഡ് റാമ്പ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മളുടെ ക്ലിപ്പിൽ ഏകദേശം ഒരു 3 പോയിൻറ്റ്സ് മതി. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഏറ്റവും താഴത്തേക്കാക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ സ്ലോ ആയി സ്മൂത്തായിട്ട് നമ്മുടെ ഏറ്റവും വേഗത്തിലേക്കാവും. ഇനി നമുക്കിത് ഇങ്ങനെ കൊടുക്കാം. ഇനി ഇത് പോരാത്തതിന് അവർ പല പ്രീസെറ്റുകൾ വരെ കൊടുത്തിട്ടുണ്ട്. അതായത് ആ ഒരു സ്മൂത്ത് മോഷന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, നമ്മൾ നമ്മുടെ നോർമലായിട്ടുള്ള രീതി തന്നെ കൊടുക്കുന്നു. ഓക്കെ, നമുക്ക് ഏകദേശം ഇവിടെ ഒരു 3 പോയിൻറ്റ്സ് മതി. നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു, ക്ലിക്ക് ആൻഡ് ഹോൾഡ്, റിമൂവ്, ക്ലിക്ക് ആൻഡ് അതവിടെ കിടക്കുക. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒറിജിനൽ സ്പീഡിൽ വന്നിട്ട് നമ്മൾ ജസ്റ്റ് അതിൻ്റെ സ്പീഡ് കുറയ്ക്കുകയാണ്. ഏറ്റവും അവസാനം സ്പീഡ് കുറയ്ക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഞാൻ എടുത്തേക്കണ വീഡിയോ ക്ലിപ്പ് 240 FPS ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കുറയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/8x ഇത് കുറയ്ക്കും. മനസ്സിലായില്ലേ? അത്രയും രീതിയിൽ ഇത് കുറയ്ക്കും. ഓക്കെ, നമ്മളിവിടെ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം സ്പീഡിൽ വന്നതിന് ശേഷം ഇത് സ്മൂത്തായിട്ട് നമ്മുടെ സ്ലോ മോഷനിലേക്ക് ഇങ്ങനെ സ്മൂത്തായിട്ട് വന്ന് വീഴും. ഓക്കെ, നമ്മളിവിടെ ടിക്ക് മാർക്ക് കൊടുക്കുന്നു.
ഓക്കെ ഓക്കെ. ഇനി എൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയോ ആണ്. ഞാൻ എൻ്റെ അകത്ത് കൊടുത്തേക്കണം ഓഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ്. യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. നമ്മൾ യൂട്യൂബിൽ ഏതെങ്കിലും ഒരു നോൺ കോപ്പിറൈറ്റഡ് ആട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തന്നെ പറയാം, ഇൻസ്പിറേഷൻ സോങ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ BGM എന്ന് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ URL കോപ്പി ചെയ്ത് ഗൂഗിളിൽ കൊടുത്ത് നമ്മൾ ആ BGM ഡൗൺലോഡ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ പക്ഷികളുടെ സൗണ്ടൊക്കെ ഉണ്ടല്ലോ, കുക്കു സൗണ്ട് എഫക്റ്റ്. ഓക്കെ, ഇതിൽ നമുക്ക് കുക്കു സൗണ്ട് എഫക്റ്റ് അല്ലെങ്കിൽ കിളികളുടെ ബേർഡ്സ് സൗണ്ട് എഫക്റ്റ് ഒക്കെ കൊടുത്തതിന് ശേഷം അത് നമ്മൾ ഇതുപോലെ തന്നെ ഗൂഗിളിൽ യൂട്യൂബ് ഓഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യാം. അതിന് ശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ നിന്ന് ഓഡിയോ സെലക്ട് ചെയ്യാം. പിന്നെ സെലക്ട് ചെയ്യേണ്ടത് മ്യൂസിക് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഈ മ്യൂസിക് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കണം മ്യൂസിക്കുകളെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർഫുൾ ഗിറ്റാർ എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഞാനിവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ചൂസ് ചെയ്യുന്നു. ഞാൻ എൻ്റെ അകത്ത് അപ്രോപ്രിയേറ്റ് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പോർഷൻ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഫെയ്ഡ് ഇൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കും. ഫെയ്ഡ് ഇൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഈ മ്യൂസിക് കയറിയല്ല, അപ്പോൾ അതൊക്കെ ഇങ്ങനെ പ്ലേ ആയി തുടങ്ങും. ഒന്നുകൂടെ ഒരു സ്മൂത്തായിട്ട് സാധനം പ്ലേ ആയി തുടങ്ങും. ഓക്കെ, അതും ടിക്ക് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും അടുത്ത മ്യൂസിക് ആഡ് ചെയ്യുന്നു. അടുത്ത മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കുക്കു സൗണ്ട് അല്ലെങ്കിൽ ആ കിളികളുടെ സൗണ്ട് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സൗണ്ട് നമ്മളിവിടെ ആഡ് ചെയ്യുന്നു. ഓക്കെ ഓക്കെ, അതിൻ്റെ അകത്ത് നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ സെലക്ട് ചെയ്ത് ഫെയ്ഡ് ഇന്നും ഫെയ്ഡ് ഔട്ടും കൊടുത്ത ശേഷം അതും കൊടുക്കുന്നു. നമുക്ക് ഗിറ്റാറിൻ്റെ സൗണ്ട് ഒന്നുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്നുകൂടെ നല്ലൊരു മ്യൂസിക് കിട്ടുമോ നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ, നമുക്ക് അധികം ബീറ്റ് ഇല്ലാതെ വളരെ റിവീൽ ചെയ്യണ രീതിയിലൊരു ഇൻസ്പിറേഷൻ മ്യൂസിക് എന്ന് പറയുന്ന രീതിയിൽ കൊടുക്കുക. ഓക്കെ, ടിക്ക്. ഓക്കെ, പക്ക. ഇനി വീഡിയോ ക്ലിപ്പിൻ്റെ അവസാനമായിട്ട് നമുക്ക് ഒരു ബ്ലാക്ക് ഇത് കൊടുക്കാം. എന്ന് വെച്ചാൽ വീഡിയോ എൻഡ് ചെയ്യുന്നിടത്ത് ഫേഡ് ടു ബ്ലാക്ക് എന്നുള്ളൊരു എഫക്റ്റും കൂടെ കൊടുക്കുന്നു. ഓക്കെ, ഏകദേശം നമ്മുടെ വീഡിയോ റെഡി ആയിട്ടുണ്ട്. ഇനി രണ്ടാമത് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ VSCO എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. അത് പക്ക ഫ്രീ ആണെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് എഫക്ട്സ് ഒക്കെ പെയ്ഡാണ്. ഓക്കെ, അതിനുശേഷം നമ്മളിത് എക്സ്പോർട്ട് കൊടുക്കുന്നു. എക്സ്പോർട്ട് ഇൻ 2.7K വേണ്ട 1080p. ഇത് ആക്ച്വലി ഒരു 720p എടുത്തേക്കുന്ന ക്ലിപ്പാണ്. കാരണം 240 FPS ഇൻ 720p ഞാൻ എടുത്തേക്കുന്ന ക്ലിപ്പാണ്. എന്തായാലും നമ്മൾ 1080p സാധനം എക്സ്പോർട്ട് ചെയ്യുന്നു. 60 FPS മാക്സിമം ബിറ്റ് റേറ്റ്, ആ 1080p കിട്ടുന്ന മാക്സിമം ബിറ്റ് റേറ്റിൽ ഞാനിത് എക്സ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, രണ്ടാമത്തെ ആപ്ലിക്കേഷനായ VSCO ഞാൻ ഡൗൺലോഡ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൗസർ എടുക്കുക അല്ലെങ്കിൽ ഗൂഗിൾ എടുക്കുക. ഗൂഗിൾ എടുത്തതിന് ശേഷം VSCO മോഡ് APK എന്ന് കൊടുക്കുന്നു. അതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് ആദ്യം കാണുന്ന ലിങ്ക് കയറി നിങ്ങൾ APK ഡൗൺലോഡ് ആക്കുന്നു, ഇൻസ്റ്റാൾ ആക്കുന്നു. ഓക്കെ, VSCO ആപ്ലിക്കേഷൻ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. VSCO ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത ശേഷം നമ്മുടെ ഫോണിൽ, അതായത് ആൻഡ്രോയിഡ് ഡിവൈസിൽ ഞാൻ കണ്ടതിൽ കളർ ഗ്രേഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സോഫ്റ്റ്വെയർ VSCO മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ ക്ലിപ്പ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നു, ഇമ്പോർട്ട് കൊടുക്കുന്നു. ക്ലിപ്പ് ഇമ്പോർട്ട് ചെയ്ത ശേഷം നമ്മൾ ആ ക്ലിപ്പ് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ സെറ്റിംഗ്സ് പാനൽ എടുക്കുന്നു. ഇനിയാണ് നമ്മളിവിടെ കളർ ഗ്രേഡ് ചെയ്യുന്നത്. നമുക്കിവിടെ ഇഷ്ടംപോലെ പ്രീസെറ്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പ്രീസെറ്റ്സുകൾ ഇവിടെ കുറേ ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട്. ഫെയ്ഡ് ആയിട്ടുള്ള ഉണ്ട്, കോൺട്രാസ്റ്റ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിൻ്റെ പ്രീസെറ്റുകൾ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ നോർമലായിട്ടുള്ള ഇത് തന്നെ എടുക്കുന്നു. അതിനുശേഷം നമ്മളിവിടെ സെറ്റിംഗ്സ് ഉണ്ട്. താഴെ സെറ്റിംഗ്സ് ടാബ് എടുത്തതിന് ശേഷം സൈഡിലേക്ക് മാറ്റി HSL എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, HSL എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ ഗ്രീൻ സെലക്ട് ചെയ്യുന്നു. നമ്മൾ ജസ്റ്റ് വലത്തേക്ക് നീക്കുമ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇതിൽ കളർ ഗ്രേഡ് ചെയ്യണത്. ഇനി നമുക്കിത് യെല്ലോയിഷിലേക്ക് മാറ്റണമെങ്കിൽ യെല്ലോയിഷ് രണ്ട് ടോൺ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ആ 2 ടോണിലേക്ക് നമുക്ക് മാറ്റാം. ഇതിൻ്റെ സാച്ചുറേഷൻ കുറച്ചുകൂടെ കുറയ്ക്കുകയോ കൂട്ടുകയൊക്കെ ചെയ്ത് ഒന്നുകൂടെ ബ്രൈറ്റ്നസ് കുറച്ചിട്ട് ഇതാക്കാം. ഈ നമ്മൾ കളർ ഗ്രേഡ് ചെയ്യണതിന് തൊട്ട് മുമ്പായിട്ട് ആദ്യം തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതാണ് ആദ്യം ചെയ്യണത്. ജസ്റ്റ് ഒന്ന് കോൺട്രാസ്റ്റ് നല്ലോണം കൂട്ടണം. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം സിനിമാറ്റിക് ലുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കോൺട്രാസ്റ്റ് കൂട്ടിയിട്ടുള്ളതായിരിക്കും. നമ്മളിപ്പോൾ സിനിമയൊക്കെ കാണുകയാണെങ്കിലും സിനിമ കുറച്ചുകൂടെ കോൺട്രാസ്റ്റ് ആയിരിക്കും. നമ്മൾ കിട്ടുന്ന ഒരു റോ ഫുട്ടേജ് ആയിരിക്കില്ല ഒരിക്കലും.
കുറച്ചുകൂടെ എക്സ്പോഷർ കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ കളർ ഗ്രേഡിലേക്ക് പോകണം. കളർ ഗ്രേഡിലേക്ക് പോയിട്ട് നമുക്ക് ഇതിനകത്തുള്ള എല്ലാ കളേഴ്സും നമുക്ക് മാനുവലി ഫുൾ മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് എൻ്റെ ഒറിജിനൽ ഫുട്ടേജ്. നമ്മൾ മാറ്റി കഴിഞ്ഞാൽ കളർ ഗ്രേഡ് ചെയ്ത ഫുട്ടേജ്. നമുക്കിവിടെ ഇടയ്ക്കൊരു റെഡ് ഫ്ലവർ കാണുന്നുണ്ട്, അപ്പോൾ അതിന് വേണമെങ്കിൽ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ നമുക്കൊന്ന് മൂഡി ലുക്ക് വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചുകൂടെ ഫെയ്ഡ് കൊടുക്കാം. പക്ഷേ എനിക്ക് ഈ ഫെയ്ഡ് എഫക്റ്റ് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ ഫെയ്ഡ് അങ്ങനെ തന്നെ കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെ നമ്മുടെ വീഡിയോ ക്ലിപ്പ് കംപ്ലീറ്റ് ആയിട്ട് കളർ ഗ്രേഡിൻ്റെ നെക്സ്റ്റ് കൊടുക്കുന്നു, സേവ് കൊടുക്കുന്നു. ഓക്കെ, നമ്മുടെ ഫൈനൽ എക്സ്പോർട്ട് ചെയ്തേക്കണം ഫയൽ എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചാൽ കാണാം, ഞാനത് വാട്സാപ്പ് സ്റ്റാറ്റസിൽ ഇടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് റൊട്ടേറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നേരെ VlogNow എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. VlogNow എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ വീണ്ടും ഒരു പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, ന്യൂ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമ്മൾ എക്സ്പോർട്ട് ചെയ്ത ആ വീഡിയോ നമ്മൾ വീണ്ടും ഇതിലേക്ക് തന്നെ ഇടുന്നു. ഓക്കെ, എക്സ്പോർട്ട് ചെയ്ത വീഡിയോ ഇടുന്നു. അതിനുശേഷം നമ്മളിവിടെ താഴെ ക്രോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു, കൊടുക്കുന്നു. ഓക്കെ, ഇതിൻ്റെ ഒറിജിനൽ ആസ്പെക്ട് റേഷ്യോയിലാണ് ഇത് എക്സ്പോർട്ട് ചെയ്യണത്. അതുകൊണ്ട് തന്നെ നമുക്ക് 21:9 എന്ന് പറഞ്ഞത് ഇപ്പോൾ മാറി 9:21 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് നമ്മളിപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇനി ആ ജസ്റ്റ് എക്സ്പോർട്ട് ചെയ്യുക, സാധാരണ ഒരു നേരത്തെ കണ്ടുപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യുന്നു. നമ്മുടെ ഫൈനലായിട്ടുള്ള വീഡിയോ ഇങ്ങനെ ഇരിക്കും.